സാംസങ് അവരുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ സാംസങ് ഗാലക്സി S22, S22 പ്ലസ്, S22 അൾട്ര ഇത് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇത് വിൽപ്പന സ്റ്റാർട്ടിങ് മാർച്ച് 25-നാണ്. ഇതിൻ്റെ കൂടെ ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കാണുക. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ വിലയും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ അടിയിൽ എൻ്റെ മൊബൈൽ നമ്പർ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നു. ആർക്കെങ്കിലും ഈ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യണം, റീപ്ലേസ് ചെയ്യണം എന്ന് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നല്ല വിലയും തരും. അതോടൊപ്പം ഈ ഫോണിൽ എന്തൊക്കെയാണ് അവർ പുതിയതായിട്ട് എന്തൊക്കെയാണ് കൊണ്ടുവന്നത് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞാൻ ഇതിലിടുന്നത്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗാലക്സി S22 സീരീസ് ലൈനപ്പിലെ S22 അൾട്ര എന്ന് പറയുന്ന മോഡലാണ്. S22 അൾട്ര ഇപ്രാവശ്യം വന്നുള്ള ബിൽറ്റിൻ S Pen ആയിട്ടാണ്. സാംസങ് ഗാലക്സി S സീരീസിൽ ഫസ്റ്റ് ടൈം S Pen ബിൽറ്റിൻ ആയിട്ട് വന്നിട്ടുള്ള മോഡലാണ് S22 അൾട്ര. സോ ഓൾ നോട്ട് ഫീച്ചേഴ്സ് ഇപ്പോൾ ഇതിൽ ക്ലബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.8 ഇഞ്ച് സ്ക്രീൻ സൈസാണ്. ഇത് ഡൈനാമിക് അമോലെഡ് ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. 1 Hz to 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ് ഇപ്രാവശ്യം S22 അൾട്രയിൽ സാംസങ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രെയിം ആർമർ അലുമിനിയം ഫ്രെയിമാണ്, വെരി ഡ്യൂറബിൾ. ആൻഡ് ഫ്രണ്ടും ബാക്ക് ഗ്ലാസ് ഈസ് മെയ്ഡ് ഓഫ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ്. സോ പ്രീവിയസ് S21 സീരീസിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് ആയിരുന്നു പഴയതിൽ, ഇതിൽ വിക്ടസ് പ്ലസ് ആണ്. സോ ഡ്യൂറബിലിറ്റി, ഗ്ലാസിൻ്റെ സ്ക്രാച്ച് റെസിസ്റ്റൻസും ഡ്യൂറബിലിറ്റിയും കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻഫിനിറ്റി O ഡിസ്പ്ലേ 40 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഫ്രണ്ട് സെൽഫി ക്യാമറയായിട്ട് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ 4 ക്യാമറാസ് വന്നിട്ടുണ്ട്. മെയിൻ ക്യാമറ 108 മെഗാപിക്സൽ സെൻസറാണ്. പക്ഷേ ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ള 108 മെഗാപിക്സലിൽ പിക്സൽ സൈസ് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ബിഗർ ആയതുകൊണ്ട് തന്നെ നൈറ്റ് പിക്ചേഴ്സൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ 2 ടെലിഫോട്ടോ ലെൻസാണ്. 3x ഒപ്റ്റിക്കൽ സൂം ചെയ്യാൻ പറ്റുന്ന ഒരു 10 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസും 10x വരെ ഒപ്റ്റിക്കൽ സൂം ചെയ്യാവുന്ന 10 മെഗാപിക്സലിൻ്റെ വേറൊരു ടെലിഫോട്ടോ ലെൻസുമാണ്. ഇതൊരു ലേസർ ഓട്ടോ ഫോക്കസ് സെൻസറാണ്. ഫ്ലാഷ് LED വന്നിട്ടുണ്ട്. 12 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ 120 ഡിഗ്രി ഫീൽഡ് ഓഫ് വ്യൂ ഉള്ള അൾട്രാ വൈഡ് ആംഗിൾ ലെൻസുണ്ട്. ഇതിൻ്റെ സ്പേസ് സൂം, അതായത് ഡിജിറ്റൽ സൂം എന്ന് പറയുന്നത് മാക്സിമം അപ് ടു 100x ആണ്. സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കറാണ്. ഡോൾബി നമുക്ക് ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് സറൗണ്ട് സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ കിട്ടും. പിന്നെ ഇതിൽ റാം സൈസസ് വരുന്നത് ഇതിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റോറേജ് സൈസ് വരുന്നുണ്ട്. 128-ൽ 8 GB ഓഫ് റാമും 256-ഉം 512 GB വേരിയൻസിൽ 12 GB റാമാണ്. ഇത് നോൺ എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ആണ്. സോ ബിൽറ്റിൻ മെമ്മറി മാത്രമേ പറ്റുള്ളൂ. ഇതിലുള്ള ഒരു അഡീഷണൽ ഓപ്ഷൻ സാംസങ് കൊടുത്തിട്ടുള്ളത് വിർച്വൽ മെമ്മറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് റാമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ റാം ആഡ് ചെയ്യാവുന്നതാണ്. നമ്മളെ സ്റ്റോറേജിൽ നിന്ന് നമുക്ക് സ്റ്റോറേജ് മെമ്മറീനെ റാം ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് വിർച്വൽ മെമ്മറി എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇവിടെ നമുക്ക് കാണാം ഡിവൈസ് കെയറിൽ പോയി കഴിഞ്ഞാൽ റാം പ്ലസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. സോ ഇതിൽ കസ്റ്റമൈസബിൾ ആണ്. നമുക്ക് 2 GB അപ് ടു 8 GB നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എത്ര GB വേണോ അത്രയും ചൂസ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത്രയും കൂടി റാം നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കിട്ടും. ഇതിന് വിർച്വൽ മെമ്മറി എന്നാണ് നോർമലി പറയുന്നത്. മോഡൽ കൂടാതെ സാംസങ്ങിൽ S22, S22 പ്ലസ് എന്ന് പറയുന്ന 2 മോഡൽ കൂടി വരുന്നുണ്ട്. ഈ 3 മോഡലുകളിൽ എല്ലാത്തിലും ഡ്യുവൽ ഫിസിക്കൽ സിം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ സിമ്മിൻ്റെ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ S Pen സപ്പോർട്ട് വരുന്നത് അൾട്ര സീരീസിൽ മാത്രമാണ്. ഇനി ഇതിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ S22 അൾട്രയ്ക്ക് എക്സ്ക്ലൂസീവായിട്ട് കൊടുത്തിട്ടുള്ള കളേഴ്സാണ് ബർഗണ്ടി കളർ എന്ന് പറയുന്നത്. ഇതിൽ വൈറ്റ്, ഗ്രീൻ, ബ്ലാക്ക് എന്ന് പറയുന്ന 3 കളേഴ്സ് കോമൺ കളേഴ്സാണ്. അതായത് S22 പ്ലസ് ആണെങ്കിലും S22 എടുത്താലും ഗ്രീൻ, വൈറ്റ്, ബ്ലാക്ക് നമുക്ക് കിട്ടും. ബർഗണ്ടി കളർ അൾട്രയിൽ മാത്രമാണ്. അതുപോലെ തന്നെ S22 പ്ലസിന് പിങ്ക് കളറും ഇതിന് സ്പെസിഫിക് ആയിട്ട് ഓൺലി S22 പ്ലസിന് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ള മോഡൽസാണ് S22 ആൻഡ് S22 പ്ലസ്. സാംസങ് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത് OS എന്ന് പറയുന്നത് Android 12 ആണ്. Android 12-ൻ്റെ കൂടെ തന്നെ ഇപ്രാവശ്യം നമുക്ക് One UI 4 ആണ് കിട്ടുന്നത്. One UI 4.1 ആണ് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് വെർഷൻ. സോ One UI 4-ൽ ഒരുപാട് കസ്റ്റമൈസബിൾ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് കളർ പാലറ്റ്, ക്വിക്ക് പാനൽ ലേഔട്ടിൻ്റെ കളർ പാലറ്റൊക്കെ ചൂസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്ട്രാ മൈക്രോഫോൺ ആക്സസും ക്യാമറ ആക്സസും ഒക്കെ ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇപ്പോൾ One UI 4-ൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ സാംസങ് ഇപ്രാവശ്യം ഗാലറി എഡിറ്ററിൽ ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പോർട്രേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പോർട്രേറ്റ് എടുക്കുന്നതിൻ്റെ പിന്നിൽ ഇപ്പോൾ നമുക്ക് എസ്പെഷ്യലി നമ്മൾ നൈറ്റിലൊക്കെ പോർട്രേറ്റ് എടുക്കുമ്പോൾ ബാക്കിൽ വരുന്ന ഷാഡോസൊക്കെ നമുക്ക് ഈസി ആയിട്ട് വേറൊരു തേർഡ് പാർട്ടി എഡിറ്ററിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഷാഡോ ഇറേസർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അത് വെച്ച് നമുക്ക്
ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഷാഡോസിനെയൊക്കെ എറേസ് ചെയ്ത് കളയാൻ പറ്റും. ഗ്രേറ്റ്. ഇതിൽ 4 ക്യാമറ S20 അൾട്ര റിയർ സൈഡിൽ വരുന്നുണ്ട്. സോ 4 ക്യാമറ നമുക്ക് ഇവിടുന്ന് തന്നെ ആക്സസ് ചെയ്യാവുന്നതാണ്. അൾട്രാ വൈഡ് ആംഗിൾ, 1x, പിന്നെ നമുക്ക് ഇതാണ് വൈഡ് ആംഗിൾ. 1x എന്ന് പറയുന്നത് നമ്മളുടെ നമുക്കിപ്പോൾ എക്സ്ട്രാ നമുക്ക് 108 മെഗാ പിക്സൽ ഏറ്റവും ഹയസ്റ്റ് റെസൊല്യൂഷനിൽ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോയിട്ട് നമുക്ക് 108 ചൂസ് ചെയ്യാവുന്നതാണ്. ബൈ ഡിഫോൾട്ട് 108 കാരണം 108 മെഗാ പിക്സൽ പിക്ചർ സൈസ് എപ്പോഴും വലിയ ബിഗ് സൈസസ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം 108 എനേബിൾ ചെയ്താൽ മതി. നമുക്ക് 2 ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. 3x 10x വരെ പോകാവുന്ന, മാക്സിമം 100x സൂം വരെ പോകാവുന്ന ഡിജിറ്റൽ സൂം ഓപ്ഷനും ഉണ്ട്. ഈ യെല്ലോ ബോക്സ് ഓൺ ആയി കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്റ്റെബിലൈസേഷൻ വന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ലോങ് റേഞ്ചിലൊക്കെ സൂം ചെയ്യുമ്പോൾ ഈ ബോക്സ് നമുക്ക് സ്റ്റെബിലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ വീഡിയോയിൽ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും 4K വീഡിയോ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. റിയർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് മാക്സിമം 8K in 24 FPS വരെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അത് കൂടാതെ തന്നെ 4Kയിൽ തന്നെ നമുക്ക് UHD 60 FPS 30 FPS കൊടുക്കുന്നുണ്ട്. സൂപ്പർ സ്റ്റഡി ഓപ്ഷൻ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി നൈറ്റിലൊക്കെ ഒരുപാട് എൻഹാൻസ്മെന്റ്സ് വരുത്തിയിട്ടുണ്ട്. വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷനും അതുപോലെ ഇതിന്റെ തന്നെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 58% വൈഡർ OIS ആണ് പ്രാവശ്യം കൊടുത്തത്. അപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സിനെയോ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആരെങ്കിലും മൂവിങ് ഒബ്ജക്ട്സിനെയൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്ത് വീഡിയോ എടുക്കുമ്പോഴൊക്കെ സ്റ്റേബിൾ ആൻഡ് ഓൾവേസ് സ്റ്റഡി വീഡിയോ കിട്ടുന്ന ഒരു ഓപ്ഷനും കൂടിയും ഈ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ടും പിന്നെ അതിൻ്റെ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷനായ വീഡിയോ ഡിജിറ്റൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ കൊണ്ടും നടക്കും. അതുപോലെ ഇതിൻ്റെ ക്യാമറയിൽ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ ക്യാമറ ഇപ്രാവശ്യം യൂസ് ചെയ്തിരിക്കുന്നത് ഗൊറില്ല ഗ്ലാസ് DX എന്ന് പറയുന്ന സൂപ്പർ ക്ലിയർ ഗ്ലാസ് ആണ്. അതുകൊണ്ട് നമുക്ക് തന്നെ വളരെ കുറവ് ഗ്ലെയർ ആയിരിക്കും നമുക്ക് ഇതിൽ കിട്ടുന്നത്. സോ ലെൻസ് കുറച്ചും കൂടിയും വളരെ ക്ലിയർ ആണ് കമ്പയർഡ് ടു ദ പ്രീവിയസ് മോഡൽസ്. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർ ക്ലിയർ ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ തന്നെ എല്ലാ നോട്ടിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. നമുക്ക് സാംസങ് നോട്ട്സിൻ്റെ ഓപ്ഷൻ വരുന്നിട്ടുണ്ട്, ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ, സ്മാർട്ട് സെലക്ട്, സ്ക്രീൻ റൈറ്റ്, അങ്ങനത്തെ എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതുകൂടാതെ തന്നെ ക്ലിപ്പ് പെയിന്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ആപ്പിൻ്റെ 3 months ഫ്രീ സബ്സ്ക്രിപ്ഷനും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇപ്പോൾ പുതിയ വന്ന ഗാലക്സി ടാബ് S8 സീരീസിനൊക്കെ ആയിട്ട് നമുക്ക് ഫോൺ ഒരു കളർ പാലറ്റ് പോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടാബ്ലറ്റിൽ ഡ്രോ ചെയ്യണമെങ്കിൽ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ S Pen യൂസ് ചെയ്തിട്ട് തന്നെ ഇതിലെ കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ ഡയറക്റ്റ്ലി ഡ്രോ ചെയ്യാവുന്നു. അപ്പോൾ ക്ലിപ്പ് പെയിന്റ് സ്റ്റുഡിയോ എന്ന് പറയുന്ന ആ തേർഡ് പാർട്ടി ആപ്പിൻ്റെ 3 months ഫ്രീ സബ്സ്ക്രിപ്ഷനും ഇതിൻ്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. ക്യാമറയിൽ വേറൊരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയാനുള്ളത്, ഇപ്രാവശ്യം പോർട്രേറ്റ് എടുക്കുമ്പോൾ പോർട്രേറ്റ് ഫോട്ടോസ് അത് നൈറ്റ് പോർട്രേറ്റ് ആണെങ്കിലും നോർമൽ പോർട്രേറ്റ്സ് ആണെങ്കിലും ഇപ്രാവശ്യമുള്ള ഈ ഡെപ്ത് മാപ്പിംഗ് ഒക്കെ കുറച്ചും കൂടിയും സോഫ്റ്റ്വെയറിൽ അവർ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമ്മൾ എടുത്തിരുന്ന പിക്ചേഴ്സിനേക്കാളും സബ്ജക്റ്റിനെയും ബാക്ക്ഗ്രൗണ്ടിനെയും ഒരുപാട് ഈസി ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് സബ്ജക്റ്റിനെ കുറച്ചും കൂടി എക്സ്ട്രാ ഫോക്കസും ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ്ലി ബ്ലർ ചെയ്യാവുന്ന പോർട്രേറ്റ് മോഡ്സാണ് ഇപ്രാവശ്യം കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഇതിൽ വീഡിയോ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോർട്രേറ്റ് വീഡിയോ ഓപ്ഷൻ എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെയുണ്ട്. സോ പോർട്രേറ്റ് ഫോട്ടോ കൂടാതെ പോർട്രേറ്റ് വീഡിയോ എഫക്ട്സും ഇപ്രാവശ്യം എനേബിൾ ആണ്. ഈ പോർട്രേറ്റ് വീഡിയോ എന്ന് പറയുന്നത് പുതിയ ഓപ്ഷൻ അല്ല, കഴിഞ്ഞ സീരീസിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യത്തെ പോർട്രേറ്റ് ഒരുപാട് സോഫ്റ്റ്വെയർ എൻഹാൻസ്മെന്റ് വന്നിട്ടുള്ള സീരീസാണ്. സോ നമുക്ക് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്ന അത് നൈറ്റിലാണെങ്കിലും ഡേ ലൈറ്റിലാണെങ്കിലും വീഡിയോസോ ഫോട്ടോസോ ഷൂട്ട് ചെയ്യുമ്പോൾ പോർട്രേറ്റ് എഫക്ട്സ് കുറച്ചും കൂടിയും ബെറ്റർ റിസൾട്ട്സ്, നമ്മളിപ്പോൾ നമ്മളുടെ ഒരു പിക്ചർ നൈറ്റിൽ എടുക്കുമ്പോൾ നമ്മളുടെ ഹെയർ അല്ലെങ്കിൽ ഐബ്രോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ സാധാരണ ഫോക്കസ് ബ്ലർ ചെയ്യുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം കുറച്ചും കൂടി സബ്ജക്റ്റിനെ ക്ലിയർ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിനെ കംപ്ലീറ്റ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് ബ്ലർ ചെയ്യുന്ന ഒരു പുതിയ ഇമേജ് പ്രോസസ്സിംഗ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 3 ഡിഫറെൻറ്റ് മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ S22 എന്ന് പറയുന്ന മോഡൽ 3700 mAh ബാറ്ററിയും S22 പ്ലസ് എന്ന് പറയുന്ന മോഡൽ 4500 mAhും അതുപോലെ S22 Ultra 5000 mAh, ഇങ്ങനെ 3 ഡിഫറെൻറ്റ് സൈസ് സ്ക്രീൻ സൈസിന് 3 ഡിഫറെൻറ്റ് സൈസ് ബാറ്ററിയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ ചാർജിങ് സ്പീഡ്സ് എന്ന് പറയുന്നത് S22 പ്ലസും S22 Ultrയും 45 watts ചാർജിങ് സപ്പോർട്ട് ചെയ്യും. S22 25 watt ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ S22 Ultra നമ്മൾ 10 minutes 45 watt ചാർജർ വെച്ച് 10 minutes ചാർജ് ചെയ്താൽ തന്നെ 54 minutes വീഡിയോ റെക്കോർഡിങ്ങിനുള്ള ടൈമോ അല്ലെങ്കിൽ ഒരു 4 ഡിഫറെൻറ്റ് എപ്പിസോഡ്സ് നമുക്ക് നെറ്റ്ഫ്ലിക്സിലോ ആമസോൺ പ്രൈമിലൊക്കെ ഓരോ സീരീസ് വാച്ച് ചെയ്യാനുള്ള ടൈം അടക്കം കിട്ടും. അപ്പോൾ അത്രയും ക്വിക്ക് ചാർജിൽ തന്നെ ലോങ്ങർ യൂസേജ് ടൈം അവർ പ്രൊവൈഡ് ചെയ്യും. 3 മോഡൽസും വരുന്നത് S22 3 സീരീസും വരുന്നത് 5G നെറ്റ്വർക്കിൽ തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയാവുന്ന വൈഫൈയിലെ ഒരു ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത് S22 പ്ലസിനും S22 അൾട്രയിലും Wi-Fi 6E എന്ന് പറയുന്ന നെറ്റ്വർക്ക് മോഡമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ജനറേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഡബിൾ ഡൗൺലോഡ് സ്പീഡ്സ് ആണ് ഇപ്രാവശ്യത്തെ Wi-Fi 6E ഓഫർ ചെയ്യുന്നത്.
പ്രീവിയസ് വൈഫൈ 6 എന്ന് പറയുന്നത് 1.2 Gbps ആയിരുന്നു ഡൗൺലോഡ് സ്പീഡ് എങ്കിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വൈഫൈ 6E 2.4 Gbps വരെ ഡൗൺലോഡ് സ്പീഡ് സപ്പോർട്ട് ചെയ്യും. ഇത് S22 പ്ലസിനും S22 അൾട്രയിലുമാണ് വൈഫൈ 6E വരുന്നത്. S22 ഇപ്പോഴും യൂസ് ചെയ്യുന്നത് വൈഫൈ 6 മോഡൽ തന്നെ. എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങൾ വിലയേറി കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലിയ ആവശ്യം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നൗഷാദ് കക്കാട്.